ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദരി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശിഅ്ത സഹ്ല. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഖാരിജുൽ ഹുറൂഫാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നാവിൻ്റെ അല്ലെങ്കിൽ അല്ലിസാൻ എന്നുള്ള മഖ്റജിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ അൽഹംദുലില്ലാ നാവിൻ്റെ കുറേ മഖ്റജുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. നാവിൻ്റെ മഖ്റജുകൾ നമ്മൾ അഖ്സൽ ലിസാൻ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഖാഫ് കാഫ് അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. പിന്നീട് നമ്മൾ വസത്ത ലിസാനിൽ നിന്നുള്ള 3 അക്ഷരങ്ങൾ ജീം ഷീൻ യ, ഈ 3 അക്ഷരങ്ങളെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഇങ്ങനെ നമ്മൾ നാവിൻ്റെ അരിക് ഹാഫത്തു ലിസാൻ, അതിൽ നിന്നുള്ള 2 അക്ഷരങ്ങൾ ദ്വാദ് ലാം, ആ 2 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ നാവിൻ്റെ അറ്റം അല്ലെങ്കിൽ തൊറഫ് ലിസാനിൽ നിന്നും ഉള്ള കുറേ അക്ഷരങ്ങളും പഠിച്ചു അല്ലേ. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. സ്വാദ് സീൻ സായ് പഠിച്ചു, നൂൻ റ പഠിച്ചു, പിന്നെ ത്വാ ദ ത, അങ്ങനെ അല്ലേ. അത്രയും അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാൻ ലാസ്റ്റ് അല്ലേ, നാവ് എന്നുള്ള മഖ്റജിൻ്റെ ലാസ്റ്റ് ഭാഗം അല്ലെങ്കിൽ തൊറഫുൽ ലിസാനിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ലാസ്റ്റ് ക്ലാസ് നാവിൻ്റെ ലെസണിൽ മഖ്റജിലെ അവസാനത്തെ ക്ലാസ്സാണ്. വ ദാൽ സ, അങ്ങനെ 3 അക്ഷരങ്ങളാണ് ഇൻഷാ അല്ലാഹ് അന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അൽഹംദുലില്ലാ. ഇപ്പോൾ തൊറഫുൽ ലിസാനിൽ നിന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. 11 അക്ഷരങ്ങളാണ്. ഏറ്റവും കൂടുതൽ അക്ഷരങ്ങൾ പുറപ്പെടുന്നത് തൊറഫുൽ ലിസാനിൽ നിന്നാണ്. 5 മഖ്റജിൽ നിന്നായിട്ട് 11 അക്ഷരങ്ങളാണ് തൊറഫുൽ ലിസാനിൽ നിന്നും പുറപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞതാണ്. 5 മഖ്റജാണിത്. ഇത് 11 അക്ഷരങ്ങളുമുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ ദ വോ, അങ്ങനെ 3 അക്ഷരങ്ങളാണ്. ഈ അക്ഷരങ്ങളുടെ മഖ്റജ് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ അറ്റം, ഞാൻ പിക്ചർ കാണിച്ചു തരാം. നാവിൻ്റെ അറ്റം മേൽവരിയിലെ 2 പല്ലിൻ്റെ 2 മുൻപല്ലുകളുടെ അറ്റത്ത് വെച്ചിട്ടാണ് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇതാണ് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. ഇങ്ങനെയാണ് നാവിൻ്റെ അറ്റം. അവിടെ കണ്ടില്ലേ റെഡ് മാർക്ക് ചെയ്തത് കണ്ടല്ലോ. ഈ റെഡ് മാർക്ക് ചെയ്ത ഭാഗം പല്ലിൻ്റെ മേലെ മുൻവരിയിലെ പല്ലുകളാണിത്. മേലെ മുൻവരിയിലെ പല്ലാണിത്. പല്ലിൻ്റെ അറ്റത്ത് നാവിൻ്റെ അറ്റം അല്ലേ. നാവിനെ പൊക്കിയിട്ട് എവിടെ കൊണ്ട് വെക്കുക? ഈ പല്ലിൻ്റെ അറ്റത്തോട്ട് വെക്കുക. ഓക്കെ. അപ്പം പല്ലിൻ്റെ അറ്റത്തോട്ട് വെച്ചിട്ട് അടുത്തത് നാവിൻ്റെ ഒരു ചെറിയൊരു ഭാഗം പുറത്തേക്ക്, ഈ ഒരു രീതിയിൽ നാവിൻ്റെ ഒരു ചെറിയൊരു ഭാഗം പുറത്തേക്ക് ഇട്ടിട്ടാണ് ഈ 3 അക്ഷരങ്ങളും ഉച്ചരിക്കുന്നത്. അപ്പോൾ മഖ്റജ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. നാവിൻ്റെ അറ്റം തൊറഫുൽ ലിസാനാണ്. തൊറഫുൽ ലിസാനിനെ ഈ പല്ലിൻ്റെ അറ്റത്തോട്ട് വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുക, നാവിത്തിരി പുറത്തേക്കും വെച്ചിട്ടാണ് ഈ അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ പഠിച്ചല്ല 3 അക്ഷരങ്ങൾ മഖ്റജ് ക്ലിയറായി വിചാരിക്കുക. നാവിൻ്റെ അറ്റം
മേൽവരിയിലെ 2 മുൻപല്ലുകളുടെ അറ്റത്ത് നാവ് അല്പം പുറത്തേക്ക് വെച്ച് ഉച്ചരിക്കുക. അങ്ങനെയാണ് ഈ 3 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്. അപ്പോൾ ഉച്ചരിക്കുന്ന സമയത്ത് 3 അക്ഷരങ്ങളാണല്ലോ ഉള്ളത്. ഇത് 3 എണ്ണത്തിൽ 2 എണ്ണം ഒരുമിച്ച് ഒന്ന് വേറെയും കാണിക്കാൻ കാരണം ഈ 2 അക്ഷരങ്ങളും ലൈറ്റ് ലെറ്റേഴ്സാണ്. ഇത് രണ്ടും ലൈറ്റാണ്, ഇത് ഹെവി ലെറ്ററാണ്. ഓക്കെ, ഇപ്പോൾ ലൈറ്റ് ലെറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് വോക്കൽ കോഡിൽ നിന്ന് സൗണ്ട് പുറപ്പെടുന്നു. അങ്ങനെ വന്നിട്ട് അല്ലേ, മഹ്റജ്, ഇതിൻ്റെ മഹ്റജ് ഇവിടെയാണുള്ളത്. മഹ്റജിലൂടെ അങ്ങ് പുറത്തേക്ക് പോകും, ഡയറക്റ്റ് പുറത്തേക്ക് അങ്ങ് പോകും. ഓക്കെ, അപ്പം ഇവിടെ മഹ്റജ് നമുക്ക് നോക്കിയാൽ കാണാം. ഇതാ നാവിൻ്റെ അറ്റമാണിത്. നാവിൻ്റെ അറ്റം പല്ലിൻ്റെ അറ്റത്താണ് വെച്ചിരിക്കുന്നത്. ഒരിത്തിരി ഭാഗം പുറത്തേക്കും കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഈ 3 അക്ഷരത്തിൻ്റെയും സെയിം രീതിക്കാണ് പ്രൊനൗൺസ് ചെയ്യുക. മഹ്റജ് സെയിം ആണ് 3, ഇവിടെ അങ്ങനെ തന്നെയാണ്. മഹ്റജ് സെയിം മഹ്റജാണ്. ഇതാണ് ഇതിൻ്റെ മഹ്റജ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ മഹ്റജിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ സൗണ്ടുകൾ പുറപ്പെടുന്നത് എവിടെ നിന്നാണ് പോകുന്നത്? ഇതിലേ കൂടിയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മഹ്റജ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സൊക്കെ പഠിച്ചിട്ടുണ്ട്, എല്ലാ സൗണ്ടും പുറപ്പെടുക വോക്കൽ കോഡിൽ നിന്നാണ്. പക്ഷേ വ്യത്യസ്ത അക്ഷരങ്ങൾക്ക് വ്യത്യസ്ത മഹ്റജ് ആവാനുള്ള കാരണം അല്ലേ, വ്യത്യസ്ത ഭാഗത്തുകൂടി കടന്നു പോകുന്ന സമയത്താണ് ഓരോ അക്ഷരത്തിൻ്റെ സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ 4 സ വ ഈ 3 അക്ഷരവും പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇവിടെ സൗണ്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? പല്ല് നാവിലേക്ക് തൊട്ട് നാവിൻ്റെ ഒരിത്തിരി ഭാഗം പുറത്തേക്ക് ഇട്ടിട്ടാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യുക. എന്നാലും ഇത് രണ്ടും ഡിഫറെൻ്റ് സൗണ്ടാണ് പുറത്തേക്ക് വരുന്നത് അല്ലേ. ഫ വാൽ, സ സാൽ, വ സ, അത് രണ്ടും ഡിഫറെൻറ്റ് സൗണ്ടാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സിഫയാണ്. സിഫാത്ത് വ്യത്യാസമാണ്, സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ്. ഒരേ സ്ഥലത്തു നിന്നാണെങ്കിലും ഇതിൻ്റെ സ്വഭാവങ്ങൾ ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ഇതിനെ വ്യത്യസ്ത സൗണ്ടുകളിൽ നമുക്ക് പുറത്തേക്ക് കേൾക്കാൻ പറ്റുന്നത്. അതിന് ഇത് രണ്ടിൽ നിന്നും കുറച്ചും കൂടി നല്ല വ്യത്യാസമുള്ള ലെറ്ററാണ് എന്ത്? വാ. വാ സൗണ്ട് പുറപ്പെട്ടിട്ട് കാര്യം ഇതിലെ കൂടി തന്നെയാണ് പോവുക, പക്ഷെ അത് പുറത്തേക്ക് പോവില്ല, ഡയറക്റ്റ് പുറത്തേക്ക് പോകുന്നില്ല. സൗണ്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ മുട്ടും, ഹാർഡ് പാലറ്റിൽ മുട്ടും. അപ്പോൾ നമ്മൾ ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു അക്ഷരത്തിൻ്റെ മഹ്റജിന് അല്ലേ ബാക്കിൽ, നാവിൻ്റെ ബാക്കിൽ വരുന്നിട്ടുണ്ട്. അപ്പോൾ ഹെവി ലെറ്റർ, ഇതും എക്സ്ട്രാ ഹെവി ലെറ്ററാണ്. ഹെവി ലെറ്റർ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും? നാവിൻ്റെ ബാക്ക് സൈഡ് ഉയരും, നാവിൻ്റെ ബാക്ക് സൈഡ് ഉയരും. ഈ യൂല അനോ ഇപ്പോൾ ഈ എപ്പിഗ്ലോട്ടിസിനെ കുറച്ചൊക്കെ ബാക്കോട്ട് തള്ളും. നാവ് ഇങ്ങോട്ട് വരുന്നതിനുകൊണ്ട് ഇതിനെ കുറച്ച് ബാക്കോട്ട് തള്ളി പിന്നെ എന്ത് ചെയ്യുക? അക്ഷരങ്ങൾ ഇങ്ങോട്ട് ഡയറക്റ്റായിട്ടാണ് പോവുക, ഇങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുക ആദ്യം, അത് കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് പോവുള്ളൂ. അപ്പോൾ ഈ നാവിൻ്റെയും ഹാർഡ് പാലറ്റിൻ്റെയും ഇടയ്ക്ക് സ്പേസ് കുറയും. സ്പേസ് കുറഞ്ഞിട്ട് അക്ഷരത്തിനെ അവിടെ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു? ഒന്ന് ഞെരുങ്ങും. അതിനാണ് ഈ ഇത്ബാഖ് എന്നുള്ള സ്വഭാവമുള്ള എല്ലാ 4 ലെറ്റേഴ്സിനെയും അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ലെറ്ററും അതിൽ പെട്ടതാണ്. ഓക്കെ, അങ്ങനെയാണ് ഇതിനെ പ്രൊനൗൺസ് ചെയ്യുക. അപ്പോൾ ഇത് ഹെവിയാണ്, എക്സ്ട്രാ ഹെവിയാണ്. ഇത് രണ്ടും ലൈറ്റാണ്. റാ സ, റാ സ. മൗത്ത് ഓപ്പൺ ചെയ്തിട്ട് അങ്ങ് പുറത്തേക്ക് അങ്ങ് പോകും സൗണ്ട്. ഇതാണെങ്കിൽ ഇവിടെ ഹിറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് പോകുള്ളൂ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കാം. അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും ഡിഫറെൻ്റ് ആയിട്ട് ഉള്ളതാണ്, ഒന്നും കൂടി വലുതാക്കിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലുണ്ടാകും. അതവിടെ നാവിൻ്റെ തുമ്പാണ് അല്ലേ, നാവിൻ്റെ തുമ്പ് ഒരൽപ്പം പുറത്തേക്കാണ് കിടക്കുന്നത്. ഇത് 2 പല്ലുകളാണ്. അപ്പോൾ പല്ലിൻ്റെ ഇടയ്ക്ക് അല്ലേ, പല്ലിൽ നാവിനെ ലേശമൊന്ന് പുറത്തേക്ക് ഇട്ടിട്ടാണ് 2 അക്ഷരത്തിനെയും പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇവിടെ നാവ് ഫ്ലാറ്റാണ്, നാവ് ഫ്ലാറ്റായിട്ടാണ് കിടക്കുന്നത്. നാവ് ഉയർത്താനൊന്നുമില്ല, ബാക്ക് സൈഡിൽ ഉയരില്ല, ഹെവി അല്ല, ഫ്രണ്ടിലും ഉയരുന്നില്ല. കാരണം അത് പല്ലിൻ്റെ അണ്ണാക്കിലോട്ടൊന്നുമല്ല ടച്ച് ചെയ്യുന്നത്, നാവിൻ്റെ തുമ്പത്താണ് ടച്ച് ചെയ്യുന്നത്. അല്ല ഹെവി ലെറ്റർ വോ. ഇതാണെങ്കിലും മാർജ് പോയിൻറ്റിന് യാതൊരു ഡിഫറൻസും ഇല്ല.
മാറേജ് പോയിൻ്റ് കറക്റ്റാണ്. നേരത്തെ പോലെ തന്നെയാണ്. നാവൊരിത്തിരി പുറത്തേക്കാക്കി പല്ലിൻ്റെ മുകളിലാണ് കിടക്കുന്നത്. പക്ഷേ ഇവിടെ എന്തുണ്ട്, ഹെവിയാണ് ഉള്ളത് കൊണ്ട് ഇവിടെ നാവിൻ്റെ പിറകു വശം ഉയർന്നിട്ടുണ്ട്. നാവിൻ്റെ പിറകു വശം ഉയർന്നിട്ടുണ്ട്. ഓക്കെ, അത് ഹെവി ലെറ്റർ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് മഹ്റജ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നാവിൻ്റെ തുമ്പ് പല്ലിൻ്റെ അറ്റത്തോട്ട് വെച്ചിട്ടാണ് ഇതിനെ പ്രൊനൗൺസ് ചെയ്യുക. ആ സമയത്ത് നാവിൻ്റെ തുമ്പ് ഇങ്ങനെ ഇത്തിരി പുറത്തേക്ക് കാണുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എക്സ്ട്രാ ഹെവി ലെറ്റർ കണ്ടിട്ടുണ്ടാകും. വോ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നാവിന് ഇങ്ങനെ ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് തോ, സ്വാദ്, ബോദ്, ഇതിനെല്ലാം പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെങ്കിൽ ഈ രീതിക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് വ്യൂ ആണിത്. നേരത്തെ നമ്മൾ കണ്ടത് കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ആ ഒരു ടൈപ്പ് ലെറ്റർ, ആ ഒരു ക്വാളിറ്റിയുള്ള സ്വിഫായുള്ള ഒരു ലെറ്റർ ഇതിലുണ്ട്, വോ. അതുകൊണ്ടാണ് നമ്മൾ ഇതിലും കൂടി പെടുത്തിയത്. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മൾ നാവിൽ മഹ്റജിൻ്റെ കംപ്ലീറ്റ് ലെറ്റേഴ്സും നമ്മൾ അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നാവിന് നമ്മൾ കംപ്ലീറ്റ് പഠിച്ചു. അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ കുറേ മഹ്റജുകൾ കാണുന്ന സമയത്ത് ആകെ കൺഫ്യൂഷനായിരുന്നു. നമ്മളൊരു പിക്ചർ കണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് അറിയാം, നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ഏറ്റവും ഈ അറ്റത്തുള്ള നാവിൻ്റെ അറ്റത്ത് തന്നെ രണ്ട് അക്ഷരങ്ങളുണ്ട്. ഒന്ന് എന്താണ്, ഖാഫാണ്, മറ്റൊന്ന് കാഫാണ്. ഖാഫ്, കാഫ്. അപ്പോൾ നമ്മൾ ആദ്യം ഖാഫാണ് പഠിച്ചത്. ഖാഫ് എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരും സോഫ്റ്റ് പാലറ്റ്. നമ്മൾ അണ്ണാക്കിലുള്ള ഇറച്ചി ഭാഗം ഇതിൻ്റെ തൊട്ട് മുകളിലോട്ടായിട്ട് വരും. അപ്പോൾ ഈ ഒരു ഭാഗത്തിന് തൊട്ട് മുകളിലുള്ള സോഫ്റ്റ് പാലറ്റിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഖാഫ് എന്നുള്ള ഒരക്ഷരം പ്രൊനൗൺസ് ചെയ്തത്. ഖാഫ്. ഈ ഒരു ഭാഗം ഇത് നാവിൻ്റെ ഭാഗം തന്നെയാണെങ്കിൽ തജ്വീദിക്കലി ഇതിനെ നാവിൻ്റെ ഭാഗമായിട്ട് കൂട്ടൂല. ഇത് ഹൽക്കിൻ്റെ അക്ഷരങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു മഹ്റജാണ് ഇതിലുണ്ടത്. ഓക്കെ, നാവിൻ്റെ പേര് അല്ലെങ്കിൽ ജദറുൽ ലിസാൻ എന്ന് പറയും. ഓക്കെ, അത് ഈ നാവിൻ്റെ ഭാഗം വരുന്നത് ഇവിടെ നിന്നും ഇങ്ങോട്ട് മാത്രമാണ്. ഇവിടെ നിന്നാണ് നാവിൻ്റെ ഭാഗം വരുന്നത്. അതിൽ ഏറ്റവും അറ്റത്തുള്ള ഭാഗമാണ് അഖ്സൽ ലിസാൻ. അഖ്സൽ ലിസാനിൽ നിന്ന് 2 ലെറ്റർ ഖാഫ്, കാഫ്. ഏറ്റവും അഖ്സയെന്ന് കാഫാണ്, ഖാഫാണ്. അത് കഴിഞ്ഞിട്ട് കാഫ്. കാഫ് ഇവിടെ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരും. ഹാർഡ് പാലറ്റും സോഫ്റ്റ് പാലറ്റും കൂടി കണക്ട് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. കൂടുതൽ ഹാർഡ് പാലറ്റും സോഫ്റ്റ് പാലറ്റും കണക്ട് ചെയ്യുന്നൊരു സ്ഥലമാണ്. ബട്ട് കൂടുതൽ മഹ്റജും വരുന്നത് ഹാർഡ് പാലറ്റോട്ടായിട്ടാണ്. അങ്ങനെയാണ് കാഫ്, കാഫ്, കാ. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചു വാദ്. കംപ്ലീറ്റ് വാദിൻ്റെ മഹ്റജാന്ന് നമുക്കറിയാം അല്ലേ. ഈ ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ മൊത്തം വാദിൻ്റെ മഹ്റജാണ്. പക്ഷേ നമ്മൾ പ്രഷർ കൊടുക്കുക ഈ ഒരു ഏരിയയിലാണ്. ഗ്രീൻ ഏരിയയിൽ പ്രഷർ കൊടുക്കും. ഇവിടെയും കൂടി നാവ് അങ്ങോട്ടും കൂടി വരും, കംപ്ലീറ്റ് അങ്ങ് അടയും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ വാദിനെ പ്രൊനൗൺസ് ചെയ്യുക. എല്ലാം നമ്മൾ ക്ലിയറായിട്ട് ഓരോരോ ക്ലാസ്സുകൾ നമ്മൾ കേട്ടതാണ്. ഇനിയും ഡൗട്ടുള്ളവരൊക്കെ ആ ക്ലാസ്സുകളൊക്കെ കേട്ടു വെക്കുക കേട്ടോ. ദോദ്. പിന്നെ നമ്മൾ ലാമിൻ്റെ മഖ്റജ് ഈ ഒരു മഞ്ഞ ഏരിയ മാത്രമാണ്. മഞ്ഞ ഏരിയ നാവിൻ്റെ ഭാഗമാണിത്. ഇതേപോലെ തന്നെ ഗ്രീൻ ഏരിയയും യെല്ലോ ഏരിയയും എവിടെയുണ്ട്, നമ്മളെ ഹാർഡ് പാലറ്റിൻ്റെ എങ്കിൽ അണ്ണാക്കിൻ്റെ മുകൾ ഭാഗത്ത് ഉള്ള നമ്മൾ അതിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടേക്കാണ് ഇത് കൊണ്ടുപോയി ടച്ച് ചെയ്യുക, മുട്ടിക്കുക. പിന്നെ നമ്മൾ ലാമ് പഠിച്ചു അല്ലേ, വാദ് പഠിച്ചു. പിന്നെ വസത്ത ലിസാനിൽ നിന്നും സെൻട്രൽ പാർട്ടിൽ നിന്നുള്ള 3 അക്ഷരങ്ങൾ ജീം, ഷീൻ, യ. അത് 3 നമ്മൾ പഠിച്ചു. നാവിൻ്റെ മധ്യഭാഗത്തിൽ നിന്നും 3 അക്ഷരം പഠിച്ചു. പിന്നെ ബാക്കിയുള്ളത് 11 അക്ഷരങ്ങൾ വരുന്നത് ഈ തൊർഫ് ലിസാനിൽ നിന്നാണ്. ഓക്കെ, അതിൽ സ്വാദ്, സായ്, സീൻ. അത്
ഏറ്റവും ഈ അറ്റത്തു നിന്നാണ് വരിക, ഏറ്റവും തുമ്പത്തു നിന്നാണ് സ്വാദ് സയ് സീൻ. ഓക്കെ. പിന്നെ വന്നിട്ട് നൂൻ റോ, പിന്നെ ഉള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച തോ ദ ത. ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച വോ ദാൽ സ. ഒരു സ്ലൈറ്റ് ഡിഫറൻസുകൾ തമ്മിലുണ്ടാവും. പക്ഷേ മൊത്തം നമ്മൾ പറയുമ്പോൾ തൊർഫുൽ ലിസാൻ എന്നുള്ള ഒരു രീതിക്കാണ് പറയുക. തൊർഫുൽ ലിസാൻ എന്നുള്ള ലക്ഷണങ്ങളായിട്ടാണ് ഇതിനെല്ലാം പറയുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ നാവിൻ്റെ അല്ലെങ്കിൽ ലിസാനിൻ്റെ ഖറജ് നമ്മൾ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. ഓക്കെ. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഇനിയും നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഇതിൽ മഖ്റജിൽ കുറച്ച് ഒരു 1 അല്ലെങ്കിൽ 2 ക്ലാസ് ഉണ്ടാവും. ഇത്ര ക്ലാസ് ഉണ്ടാവും, മേ ബി 1 അല്ലെങ്കിൽ 2. അത് കഴിയുന്ന സമയത്തേക്ക് നമുക്ക് മഖ്റജ് കംപ്ലീറ്റ് അങ്ങോട്ട് കഴിയും ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ കിതാബിലുള്ള വചനങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ശരിയായ രീതിയിൽ ഉച്ചരിക്കാനും പാരായണം ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രവർത്തനം പറയുന്നതും കേൾക്കുന്നതും എല്ലാം സ്വാലിഹായ അമലായിട്ട് നമ്മളെ കിതാബിലേക്ക് രേഖപ്പെടുത്തി അല്ലേ, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന സമയത്ത് നമുക്ക് മീസാനിൽ നല്ല കനം തൂകുന്ന ഒരു അമലായിട്ട് അതിനെ സ്വീകരിക്കട്ടെ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത വനസ്തഗ്ഫിറുക വനതുബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.